Hey guys, welcome to Tech Tutorial മലയാളം. നിങ്ങൾ 2026 ഒരു യൂട്യൂബർ ആവണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. പക്ഷെ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, അതെങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, പിന്നെ എങ്ങനെയാണ് നമുക്ക് യൂട്യൂബ് ചാനലിന് റവന്യൂ, അതായത് പൈസ കിട്ടുന്നത്. ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. So let's get start the video. ഏറ്റവും ആദ്യം നിങ്ങളുടെ ക്രോം ബ്രൗസർ എടുക്കുക. ഞാനിപ്പം PC-ലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിലും ചെയ്യാം. ക്രോം എടുക്കുക. ക്രോമിനകത്ത് നിങ്ങളുടെ ഗൂഗിൾ എടുക്കുക. അതിനകത്ത് യൂട്യൂബ് സെർച്ച് ചെയ്യുക. യൂട്യൂബ് സെർച്ച് ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ആക്കുക. പിന്നെ നിങ്ങളുടെ ജിമെയിൽ, അതായത് നിങ്ങളുടെ ഒറിജിനൽ ജിമെയിൽ ഉപയോഗിക്കാതിരിക്കുക മാക്സിമം. കാരണം എങ്ങാനും നിങ്ങളുടെ ചാനൽ ഹാക്ക് ആയാൽ നിങ്ങളുടെ ആ ഗൂഗിൾ അക്കൗണ്ടും ഹാക്ക് ആവും. അതുകൊണ്ട് നിങ്ങളുടെ ഒറിജിനൽ ജിമെയിൽ യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കുക. എനിക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കാൻ അറിയത്തില്ല. യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് അത് നോക്കാം. ഓക്കെ, സോ ഞാനിപ്പം ഒരു പുതിയ ജിമെയിൽ ഐ ഡി വെച്ച് സൈൻ ഇൻ ചെയ്തു. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. നിങ്ങൾ ആ ക്രിയേറ്റ് നോക്കുക. എന്നിട്ട് അപ്ലോഡ് വീഡിയോ എന്നുള്ള ഇത് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ സെലക്ട് ചെയ്യാം, പിന്നെ ചാനലിൻ്റെ പേര്, പിന്നെ ചാനലിൻ്റെ ഹാൻഡിൽ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ലോഗോയും നെയിമും നിങ്ങളിപ്പോൾ വെക്കരുത്. നിങ്ങൾ നേരെ ക്രിയേറ്റ് ചാനൽ കൊടുക്കുക. ഓക്കെ, സോ നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ട് വരും. ഇനി ഇവിടെ മറ്റേ നിങ്ങളുടെ പേരിൻ്റെ ലോഗോയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊരു ഓപ്ഷൻ കാണും, അത് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലോട്ട് വെൽക്കം ടു യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിന്യൂ എടുക്കുക. ഇതാണ് യൂട്യൂബ് സ്റ്റുഡിയോ. ഇവിടാണ് ഇനി നിങ്ങളുടെ ചാനലിൻ്റെ എല്ലാം ചെയ്യാൻ പോകുന്നത്. ചാനലിൻ്റെ പേര് കസ്റ്റമൈസ് ചെയ്യുന്നത്, ലോഗോ ആഡ് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ എത്ര സബ്സ്ക്രൈബറായി, പിന്നെ എത്ര വ്യൂസ് ഉണ്ട് ടോട്ടൽ, അതൊക്കെ ഇവിടെ നിന്നാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ അങ്ങോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും. സോ ഇനി നിങ്ങൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഇവിടാണ് നമുക്ക് വേണ്ട മെയിൻ സെറ്റിങ്സ് എല്ലാം വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡാഷ്ബോർഡ്, കണ്ടന്റ് അനലൈസ്, അതുപോലെ കമ്മ്യൂണിറ്റി, സബ് ടൈറ്റിൽസ്, കണ്ടന്റ് ഡിറ്റക്ഷൻ, ടേൺ, കസ്റ്റമൈസേഷൻ, ഓഡിയോ ലൈബ്രറി, ഇത് ഇത്രയും വരുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്കിപ്പം ആവശ്യം വരുന്നുള്ളൂ. സോ നമുക്ക് ആദ്യം നമുക്കിനി ഇത് കസ്റ്റമൈസ് ചെയ്യണം. അതായത് ഇതിൻ്റെ ലോഗോ മാറ്റണം, അതുപോലെ പേരൊക്കെ മാറ്റണം. സോ നമുക്കിനി അത് ആദ്യം ചെയ്യാം. അതിനുവേണ്ടി നിങ്ങളിവിടെ ഈ ഡാഷ്ബോർഡ് എന്നുള്ള അവിടെ സ്ക്രോൾ ഡൗൺ ചെയ്ത് ഇവിടെ കസ്റ്റമൈസേഷൻ എന്നൊരു ഓപ്ഷൻ കാണും. കസ്റ്റമൈസേഷനിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജ് വരും, ചാനൽ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ കാണും. ബാനർ, പിക്ചർ, നെയിം, ഹാൻഡിൽ, ഡിസ്ക്രിപ്ഷൻ, ഇതെല്ലാം ഇവിടെ കിട്ടും. അപ്പം ഇവിടെ നമുക്കിപ്പം മെയിനായിട്ട് വേണ്ടത് നെയിം, ലോഗോ, അത് രണ്ടുമാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു പേരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിന് നിങ്ങൾക്ക് നെയിം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എനിക്കത് ഇവിടെ കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AI-നോട് അതായത് ChatGPT-നോട് ചോദിക്കാം. അപ്പം അതിനായിട്ട് പോകുന്നത് ChatGPT-ക്കകത്ത് പോവുക. എന്നിട്ട് ഈ ഒരു പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുക. പ്രോംപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ തരാം. Give me 10 names for my YouTube channel where I will upload. പിന്നെ നിങ്ങൾ ഏത് ടൈപ്പിലെ വീഡിയോ ഇടുന്നത് വെച്ചാൽ അങ്ങനത്തെ വീഡിയോ, ട്യൂട്ടോറിയൽ വീഡിയോസ് നമുക്ക് എൻ്റർ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ChatGPT 10 പേര് തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നെയിം സെലക്ട് ചെയ്യുക. എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു നെയിം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ChatGPT ക്ലോസ് ചെയ്യാണ്. ഞാൻ എൻ്റെ നെയിമും പിന്നെ ലോഗോയും ബാനറും ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നു.
ഓക്കെ. സോ അപ്പം ഞാൻ ചാനൽ ബാനർ, പിന്നെ ലോഗോ, പിന്നെ നെയിം അത് മൂന്നും ആഡ് ചെയ്തു. ഇനി നമുക്ക് ഹാൻഡിലിലോട്ട് വരാം. ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാൾക്ക് നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്യണമെങ്കിൽ അത് എങ്ങനെയാണ്, അതായത് ഇപ്പം എൻ്റെ ചാനൽ ഒരു ഈസി ഗൈഡ് വേണം. അപ്പം ഞാൻ എൻ്റെ ഹാൻഡിൽ അങ്ങനെ തന്നെ കൊടുക്കും. എൻ്റെ ഇടയ്ക്ക് സ്പേസ് പറ്റത്തില്ല, ഈസി ഗൈഡ് വേണമെന്നായിരിക്കും. അപ്പം ഇത് പറ്റത്തില്ല. അപ്പം നമ്മളെന്തെങ്കിലും ആഡ് ചെയ്യും. ഇപ്പം ഞാനിവിടെ വൈറ്റ് ചെയ്യുന്നതാണ് ആഡ് ചെയ്യുന്നത്. ആൻഡ് അപ്പം എനിക്ക് പറ്റും. അത് അത്രേ ഉള്ളൂ ഹാൻഡിൽ. അടുത്തത് ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ചാനലിൻ്റെ എല്ലാം മാറും. അത് മാറിയില്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. റിഫ്രഷ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് ലോഗോയും പേരും ഒക്കെ മാറി കാണുമായിരിക്കും. ഇപ്പം നമ്മൾ ഒരു ചാനൽ ഉണ്ടാക്കി അതിൻ്റെ പേരും ലോഗോയും ബാനറും ഒക്കെ മാറ്റി. ഇനി നമുക്ക് അടുത്തത് നമുക്ക് എങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് പൈസ ഉണ്ടാക്കാം. അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പം പൈസ ഉണ്ടാക്കുന്നത് ഇവിടെ നമുക്ക് ഏൺ എന്ന് കാണുന്നതാണ്. അത് നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്റ്റാർട്ട് യുവർ ഏർണിംഗ് ജേർണി, earn income by showing ads and connecting with your fans and gain access to creator tools and support. ആൻഡ് ഇനി നിങ്ങൾക്കിത് ആഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ ആദ്യത്തെയാണ് 1000 സബ്സ്ക്രൈബർ വേണം. പിന്നെ അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബറും പിന്നെ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ 4000 വാച്ച് അവേഴ്സ്, അല്ലെങ്കിൽ 90 ഡേയ്സും കൊണ്ട് 10 മില്യൺ വ്യൂസ്. നിങ്ങളുടെ ഏതെങ്കിലും ഷോർട്സിൽ 10 മില്യൺ വ്യൂസ് 90 ഡേയ്സ് കൊണ്ട് വേണം. ഇതും പിന്നെ ഇതിലൊന്നും ഫുള്ളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ആഡ്സ് റൺ ചെയ്യാം. ആൻഡ് നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് എത്ര വ്യൂസ് കിട്ടുന്നോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്. സോ അപ്പം ഇത്രേ ഉള്ളൂ. നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു, അത് സെറ്റപ്പ് ചെയ്തു, പിന്നെ ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നല്ല സമയത്ത് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് സബ്സ്ക്രൈബറൊക്കെ ഗെയിൻ ചെയ്ത് കുറച്ച് ഡേയ്സ് എടുക്കും മോണിറ്റൈസ് ആവാൻ. ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.